ധ്രുവ് ഒരു നിമിഷം ഞെട്ടി മരവിച്ച് നിന്നുപോയി. ധ്രുവന്റെ കയ്യിൽ രക്തത്തിന്റെ ചൂട് അനുഭവപ്പെട്ടതും ധ്രുവ് വേഗം ദേവുവിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും ആദിയും വിന്ദയും അവിടേക്ക് ഓടി വന്നു. കൂടെയുള്ള പോലീസുകാരും നാട്ടുകാരും എല്ലാവരും വന്നു. വിന്ദ ദേവുവിനെ നോക്കിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി. അവൾ ദേവുവിന്റെ അടുത്ത് നിന്നു. നിങ്ങൾ അവന്മാരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോക്കോ. ആദി പോയി വണ്ടിയെടുക്ക്, ധ്രുവ് പറഞ്ഞു. പോലീസ് ജീപ്പ് അവിടെ നിന്നും പോയി. ആദി വണ്ടിയായി അവിടേക്ക് വന്നു. അഞ്ജു, ധ്രുവിൻ്റെ ശബ്ദമിടറി. ശിവേട്ടാ, എനിക്ക് വേദനിക്കുന്നുണ്ട്, ദേവു പറഞ്ഞു. ധ്രുവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ദേവുവിൻ്റെ മുഖം നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു. ദേവു, വിന്ദ വിളിച്ചു. കുഞ്ഞാറ്റേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, കരയല്ലേ നീ, ദേവു തളർന്ന ശബ്ദത്തോടെ പറഞ്ഞു. ദേവുവിൻ്റെ ശബ്ദം കേട്ടാൽ അറിയാമായിരുന്നു അവൾക്ക് എത്രത്തോളം വേദനയുണ്ട് എന്ന്. ധ്രുവ് ദേവുവിനെ കൊണ്ട് വണ്ടിയിൽ കയറ്റി. കുഞ്ഞാറ്റ കോ ഡ്രൈവ് സീറ്റിലിരുന്നു. അവളുടെ കണ്ണും നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. ദേവുവിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ധ്രുവ് അവളുടെ മുറിവിൽ അവൻ്റെ ടവൽ വെച്ച് ചുറ്റിക്കെട്ടി. ദേവു ധ്രുവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ നെഞ്ചിൽ കിടന്നു. ശിവേട്ടാ, അവന് കേൾക്കാൻ പാകത്തിൽ വിളിച്ചു. ധ്രുവ് മൂളി. ഫിനിഷ് വാട്ട് യു ആർ ഡൂയിങ്, ദേവു പറഞ്ഞു. വാട്ട്, ധ്രുവ് ചോദിച്ചു. കിസ്സിങ്, ദേവു പറഞ്ഞു. ധ്രുവിന് ഒന്നും മിണ്ടാനായില്ല. അവൻ ദേവുവിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. കിസ് മീ, ഇറ്റ് വിൽ റിഡ്യൂസ് ദ പെയിൻ, ദേവു പതിയെ പറഞ്ഞു. ധ്രുവ് ആദിയെയും വിന്ദയെയും നോക്കി. അവർ തിരിഞ്ഞു നോക്കുന്നില്ല. ആദി വേഗത്തിൽ വണ്ടി ഓടിക്കുകയാണ്. ധ്രുവ് ദേവുവിൻ്റെ വിറയ്ക്കുന്ന ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ട് ചേർത്ത് നുണഞ്ഞു. ദേവുവിൻ്റെ കണ്ണുകൾ അടഞ്ഞു. ധ്രുവിൻ്റെ ചുണ്ടുകൾ ആ കുഞ്ഞി ചുണ്ടിനെ നുണഞ്ഞു വിട്ടു. മേൽചുണ്ടിലേക്കും കീഴ്ചുണ്ടിലേക്കും ധ്രുവിൻ്റെ ചുണ്ട് പാഞ്ഞു. ശേഷം ഒന്നമർത്തി ചുംബിച്ചുകൊണ്ട് ധ്രുവ് ദേവുവിനെ വിട്ടു. അപ്പോഴേക്കും ദേവുവിൻ്റെ കണ്ണുകൾ അടഞ്ഞിരുന്നു. ആ മുഖത്ത് ഒരു വിളറൽ പടരാൻ തുടങ്ങി. ധ്രുവ് ഒന്ന് ഞെട്ടി ദേവുവിനെ നോക്കി. അവൻ്റെ നെഞ്ചിടിപ്പ് കൂടി. അവൻ അവളുടെ കയ്യിലേക്ക് നോക്കി. അവിടെ ഒരു ചെറിയ സൂചിപ്പാട് കണ്ട് ധ്രുവ് ഞെട്ടി തിരിഞ്ഞുപോയി. ആദി, അഞ്ജുവിൻ്റെ കയ്യിലേക്ക് ആരോ പോയ്സൺ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്, ധ്രുവ് പറഞ്ഞു. വിന്ദയും ആദിയും ഒന്ന് ഞെട്ടിപ്പോയി. ആദി വണ്ടി ഒന്നുകൂടി സ്പീഡിൽ വിട്ടു. ധ്രുവ, വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്, ആദി ഒരു ഞെട്ടലോടെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ പറയുന്നത് കാര്യമായിട്ടാ, പോയ്സൺ റിയാക്ട് ചെയ്യാൻ തുടങ്ങി, വേഗം സ്പീഡിൽ പോ, ധ്രുവ് പറഞ്ഞു. വിന്ദയ്ക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. അവൾ ഞെട്ടിത്തിരിഞ്ഞു ഇരിക്കുവാണ്. കണ്ണുനീർ അവളുടെ കണ്ണിലൂടെ ചാലിട്ട് ഒഴുകാൻ തുടങ്ങി. ആദ്യ വണ്ടി ഒന്നുകൂടി സ്പീഡിൽ ഓടിച്ചുകൊണ്ടിരുന്നു. ധ്രുവ് ദേവുവിൻ്റെ കവളിൽ പതിയെ തട്ടി വിളിച്ചു. ഒന്നുകൂടെ തട്ടി വിളിച്ചതും ദേവു കണ്ണുകൾ വലിച്ചു തുറന്നു. ശിവേട്ടാ, ദേവു വിളിച്ചു. എന്നാൽ അടുത്ത നിമിഷം തന്നെ ദേവു ചോര ഛർദ്ദിച്ചു. ധ്രുവ് ഒന്നുകൂടെ അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. അവൻ്റെ ആ ഡ്രസ്സിൽ മുഴുവൻ ചോരയായിരുന്നു. അരമണിക്കൂറിനുള്ളിൽ അവർ ആശുപത്രിയിലെത്തി. ദേവുവിനെ കയ്യിലെടുത്തുകൊണ്ട് ധ്രുവ് അവിടെ ഓടിക്കയറി. അപ്പോഴേക്കും ആശുപത്രിയിലുള്ളവർ സ്ട്രക്ചറുമായി വന്നു. ദേവുവിനെ അതിൽ കിടത്തിക്കൊണ്ട് ധ്രുവ് അവിടെ നിന്നു. അവൻ്റെ കൂടെ ആദിയും വിന്ദയും ഉണ്ടായിരുന്നു. അവളെ ICUയിലേക്ക് കൊണ്ടുപോകുന്നത് നോക്കി ധ്രുവ് അവിടെ തന്നെ നിന്നു. ഏട്ടാ, വിന്ദ കരഞ്ഞുകൊണ്ട് ധ്രുവിനെ കെട്ടിപ്പിടിച്ചു. ധ്രുവ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നുപോയി. ഇതേ സമയം തന്നെ അവിടേക്ക് മീരയും കൃഷ്ണനും സുരേഷും ഗീതയും മാധവനും തുളസിയും വന്നിരുന്നു. ആകെ ചോരയുമായിട്ട് വിന്ദയെ ചേർത്ത് പിടിച്ചു നിന്ന ധ്രുവനെ മീര ഒരു ഞെട്ടലോടെ നോക്കി. മോനെ, എൻ്റെ മോൾക്ക് എന്താ പറ്റിയേ, എവിടെ എൻ്റെ കുഞ്ഞ്, മീര പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ധ്രുവന് ഒന്നും മിണ്ടാനായില്ല. വിന്ദ ചെന്ന് മീരയെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. ആദി മാധവനെയും കൃഷ്ണനെയും മാറ്റി നിർത്തി എല്ലാം അവരോട് പറഞ്ഞു. തളർന്നുപോയ കൃഷ്ണനെ സുരേഷ് താങ്ങി പിടിച്ചു. ആ മനുഷ്യൻ തകർന്നു പോയിരുന്നു. ധ്രുവനോട് ആരും ഒന്നും ചോദിച്ചില്ല. ദേവുവിൻ്റെ ചോര പുരണ്ട ആ വസ്ത്രത്തിൽ തന്നെ അവൻ ഇരുന്നു. രാവിലെ 10 മണിയോട് കൂടിയാണ് മീനു കണ്ണു തുറന്നേ. അവൾ പതിയെ ബെഡിൽ എഴുന്നേറ്റിരുന്നു. അപ്പോഴാണ് സ്റ്റാലിൻ കുളിച്ചിറങ്ങി ബാത്റൂമിൽ നിന്ന് വന്നത്. വെറും ഒരു ടവൽ മാത്രമായിരുന്നു വേഷം. ആ, നീ എഴുന്നേറ്റോ, ഗുഡ് മോർണിംഗ് മൈ വൈഫി, സ്റ്റാലിൻ അവിടേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. എന്നാൽ അവൻ്റെ വേഷം കണ്ട് മീനു കണ്ണുപൊത്തി. അയ്യേ, ഇച്ചായന് നാണമില്ലേ, കണ്ണുപൊത്തിക്കൊണ്ട് മീനു പറഞ്ഞു. ഓ മീനു, നീ എൻ്റെ ഭാര്യയല്ലേ, ഇന്നല്ലേ നാളെ നീ ടവൽ പോലും ഇല്ലാതെ എന്നെ കാണേണ്ടതാണ്, അത് മറക്കല്ലേ, സ്റ്റാലിൻ പറഞ്ഞു. ഞാൻ ഒന്നും കാണില്ല അങ്ങനെ, മീനു കണ്ണുപൊത്തിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് സ്റ്റാലിൻ അവളുടെ അടുത്തേക്ക് വന്നു. മീനു കണ്ണുപൊത്തി ഇരിപ്പാണേലും അവൻ്റെ സാന്നിധ്യം മീനു മനസ്സിലാക്കി. അടുത്ത നിമിഷം അവളെ കട്ടിലിൽ കിടത്തിക്കൊണ്ട് സ്റ്റാലിൻ അവളുടെ മുകളിലായി കിടന്നു. മീനു മുഖത്തിട്ടിരുന്ന പുതപ്പ് മെല്ലെ നീക്കിക്കൊണ്ടവൻ അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചു. മീനു പെട്ടെന്ന് മുഖം വെട്ടിച്ചു. അത് കണ്ട് സ്റ്റാലിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ മീനു, നിന്നെ ഞാൻ എടുത്തോളാം മുഴുവനായി. ദേ, ഈ നെറുകിൽ തൊട്ടിരിക്കുന്ന കുങ്കുമ ചുവപ്പ് മുതൽ നിന്റെ ആ കാൽവിരൽ വരെ ഞാൻ എടുക്കും. ആ കുങ്കുമം ഞാൻ നിനക്ക് തരുന്ന എൻ്റെ പ്രണയത്തിൻ്റെ വേദനയിലും സുഖത്തിലും അലിഞ്ഞ് നിന്റെ ഈ നെറ്റിയിൽ പടരും. ഈ കവിൾ ചുവക്കും, നിന്റെ ഈ മൂക്കുത്തിക്ക് തിളക്കം കൂടും, ചുണ്ടിൽ വേദനയും സുഖവും കലർന്ന ഒരുതരം നീറ്റൽ വരും.
എൻ്റെ പേര് കൊത്തിയ മിന്നുകിടക്കുന്ന നിൻ്റെ ഈ ഭംഗിയുള്ള കഴുത്തിൽ എൻ്റെ പല്ലിൻ്റെ പാട് പതിയും. നിൻ്റെ ഈ കുഞ്ഞു ശരീരം മുഴുവൻ എൻ്റെ ചുണ്ടിൻ്റെ ചൂട് തങ്ങി നിൽക്കും. എൻ്റെ വിരലുകൾ നിന്നിൽ ലക്ഷ്യമില്ലാതെ അലയും, ആഴത്തിലേക്ക് ആഴ്ന്നിറങ്ങും. നീ വിയർത്ത് കുളിച്ചുകൊണ്ട് എന്നെ മുറുകെ പിടിക്കും. നിൻ്റെ നഖം എൻ്റെ പുറത്ത് ആഴ്ന്നിറങ്ങും. ആ ഒരു നിമിഷം ഒരു തുള്ളി രക്തം നിന്നിൽ നിന്ന് വരും. നിൻ്റെ അടക്കിപ്പിടിച്ച ശ്വാസവും കൊഞ്ചലും കുറുങ്ങലും. ഇച്ചായ എന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞ നീ എന്നെ ഒരു 100 വട്ടം ഇച്ചായ എന്ന് വിളിച്ചിട്ടുണ്ടാകും. അങ്ങനെ എല്ലാം കൂടെ ഞാൻ എടുക്കും. പക്ഷേ മീനു, സമയമായിട്ടില്ല, സ്റ്റാലിൻ പറഞ്ഞു. അവൻ പറയുന്നത് കേട്ട് ശ്വാസം പോലും വിടാതെ മീനു അങ്ങനെ കിടന്നു. അതെ, ഞാൻ മാറി, മതി സ്വപ്നം കണ്ടത്, സ്റ്റാലിൻ പറഞ്ഞു. അപ്പോഴാണ് അവൻ തന്നിൽ നിന്നും മാറിയത് അവൾ അറിഞ്ഞത്. മീനു വേഗം എഴുന്നേറ്റിരുന്നു. അങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ പ്രേമിക്കണം, സ്റ്റാലിൻ ഷർട്ടിട്ടുകൊണ്ട് പറഞ്ഞു. നടന്നത് തന്നെ, മീനു പറഞ്ഞു. ചുമ്മാ പറയല്ലേ മീനു കൊച്ചേ, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, സ്റ്റാലിൻ പറഞ്ഞു. എന്ന് ആര് പറഞ്ഞു? മീനു ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അതൊക്കെ എനിക്കറിയാം, സ്റ്റാലിൻ പറഞ്ഞു. എനിക്കിഷ്ടമല്ല, മീനു പറഞ്ഞു. പിന്നെ ഇഷ്ടമില്ലാതെയാണോ എൻ്റെ മുഖത്തേക്ക് ഇന്നലെ രാത്രി നോക്കിയിരുന്നേ? പിന്നെ തലമുടിയിലൂടെ വിരലോടിച്ച് കുറേ നേരം അങ്ങനെ ഇരുന്നത്, സ്റ്റാലിൻ പറഞ്ഞു. അത് കേട്ടതും മീനു ഒന്ന് ഞെട്ടി. അവനിപ്പോൾ ഉറങ്ങിയില്ല എന്ന് അവൾക്ക് മനസ്സിലായി. എനിക്ക് കുളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മീനു വേഗം ബാത്റൂമിലേക്ക് ഓടിക്കയറി. മീനു, സ്റ്റാലിൻ വിളിച്ചു തിരിയുമ്പോഴേക്കും മീനു ബാത്റൂമിൻ്റെ വാതിലടച്ചു. ICUവിൽ നിന്നിറങ്ങി വന്ന ഡോക്ടറുടെ അടുത്തേക്ക് ധ്രുവ് ഓടിച്ചെന്നു. ഡോക്ടർ, ധ്രുവ് വിളിച്ചു. ഹു ആർ യു? ഡോക്ടർ ചോദിച്ചു. ഐ ആം DYSP ശിവധ്രുവ് ഫ്രം കോട്ടയം. ദേവാഞ്ജലിയുടെ അമ്മാവൻ്റെ മകനാണ്, ധ്രുവ് പറഞ്ഞു. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും? ഡോക്ടർ ചോദിച്ചു. അവർ ഇവിടെയില്ല, അപ്പുറത്താണ്. കാരണം അമ്മായി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, അതാ, ധ്രുവ് പറഞ്ഞു. ഓക്കെ, യു കം ടു മൈ ക്യാബിൻ, ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അവിടുന്ന് പോയതും അവിടേക്ക് ആദി വന്നു. അവൻ ധ്രുവൻ്റെ അടുത്ത് ചെന്ന് നിന്നു. ഡോക്ടർ എന്താ പറഞ്ഞേ ധ്രുവ? ആദി ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല, ക്യാബിനിലേക്ക് ചെല്ലണമെന്നാണ് പറഞ്ഞത്, ധ്രുവ് പറഞ്ഞു. നീ പോയിട്ട് വാ, അവരോട് ഞാൻ പറഞ്ഞോളാം ധ്രുവ, നീ ചെല്ല്, ആദി പറഞ്ഞു. പോയിട്ട് വരാം, ധ്രുവ് അത് പറഞ്ഞുകൊണ്ട് ഡോക്ടറുടെ ക്യാബിനിലേക്ക് പോയി. ഡോക്ടറുടെ ക്യാബിൻ്റെ മുന്നിലെത്തുമ്പോൾ ധ്രുവൻ്റെ നെഞ്ചിടിപ്പ് കൂടിയിരുന്നു. അവൻ പതിയെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. അവിടെ ഫയൽ ചെക്ക് ചെയ്ത് ഇരിപ്പായിരുന്നു ഡോക്ടർ. ശിവധ്രുവ്, വന്നിരിക്കേ, ഡോക്ടർ പറഞ്ഞു. ധ്രുവ് ഒന്നും മിണ്ടാതെ ചെയറിൽ വന്നിരുന്നു. സോ ഐ വിൽ ഗെറ്റ് സ്ട്രെയിറ്റ് ടു ദ പോയിന്റ്. വെറുതെ എന്തിനാ ഒരു പ്രതീക്ഷ തരുന്നത്? ദേവാഞ്ജലീസ് കണ്ടീഷൻ ഈസ് വെരി ബാഡ്. രക്ഷപ്പെടാൻ ഒരു 99% സാധ്യത കുറവാണ്. ഡോക്ടർ നിസ്സഹായതയോടെ പറയുന്നത് കേട്ട് ധ്രുവൻ തളർന്നിരുന്നു പോയി.